ടോബി ചെയ്ത ഫിസിക്കലി എക്സേർട്ട് ചെയ്ത സിനിമകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ പ്രിപ്പറേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ബി റോളിലോ അല്ലെങ്കിൽ അതിൻ്റെ മേക്കിംഗ് വീഡിയോസിലൊക്കെ. അത് പിന്നെ എനിക്ക് പേഴ്സണലി അറിയാം ഇടുന്ന എഫേർട്ട്. അന്ന് കാല് മുറിഞ്ഞ ഫോട്ടോ ഒക്കെ അയച്ചെന്നില്ല ഫൈറ്റിനിടയ്ക്ക്. അത് ഫൈറ്റ് അല്ലായിരുന്നു, അത് ഫൈറ്റ് അല്ലായിരുന്നല്ലേ, സീൻ ഒരു സീനായിരുന്നു. അതെ അതെ സീൻ ബാക്കിലിരിക്കുന്ന അക്വേറിയം കൈകുത്തി ജമ്പ് ചെയ്തോണ്ട് കാല് മുറിഞ്ഞ് താഴെ മുറിഞ്ഞ അല്ലെങ്കിൽ നടുവിന് കിട്ടിയാണ് പണി. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു മെൻ്റൽ പ്രിപ്പറേഷൻ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ, ഈ പറഞ്ഞ പോലെ ഭയങ്കര സെൻസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യേണ്ട ക്യാരക്ടർ, എവിടെയെങ്കിലും ചെറുതായിട്ട് മീറ്റർ മിസ്സായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ക്രിഞ്ച് അടിക്കുന്ന സ്ഥലം, ഇത് മെൻ്റലി എങ്ങനെ പ്രിപ്പയർ ഈ ഫേസസ് ചെയ്യാൻ? ഈ പടത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചർച്ചകൾ തന്നെ, ഞാനും അനുരാജും അഭിനും തമ്മിൽ ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇരുന്നിങ്ങനെ ചർച്ച ചെയ്യും. ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെ, ഇപ്പോൾ ഈ സിനിമയിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു ഇമോഷനും കൂടെ എൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇവൻ്റെ അച്ഛൻ സിനിമയിൽ നമ്മൾ വളരെ ലൈറ്റായിട്ട് മെൻഷൻ ചെയ്ത് പോകുന്നുള്ളൂ. അതായത് ഇവൻ്റെ അച്ഛൻ ഈ പറഞ്ഞ പോലെ കുറേ ഭൂമി പാട്ടത്തിനെടുത്തിട്ട് കൃഷി ചെയ്തിട്ട് അത് വർക്കാവണ ഇപ്പോൾ ഫിർഡാനടിച്ച് മരിച്ച ഒരാളാണ്. അതവൻ്റെ ഈ ജനറേഷൻ ഇവൻ്റെ ഉള്ളിലെ ട്രോമ ഇവൻ അതായി മാറുമെന്നുള്ള മറ്റേ ഏറ്റവും വലിയ പേടി. ഒരു പോയിന്റിൽ ഇവൻ, അതായത് ഈ അച്ഛൻ ആത്മഹത്യ ചെയ്തതാണ്, അപ്പോൾ ഇവനും ആത്മഹത്യയിലേക്ക് എത്തുമോ എന്നുള്ളൊരു പേടി വലിയ സ്വാഭാവികമായിട്ടുണ്ട്. കാര്യം സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ കാമുകിയുടെ അടുത്ത് അവൻ ഒരു പോയിന്റിൽ പറയട്ടെ എത്ര കാലം ഇങ്ങനെ പിടിച്ചേക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നുള്ളതിൻ്റെ അർത്ഥം ഞാൻ ആത്മഹത്യ ചെയ്തേക്കാം, ഈ പെയിനുമായി എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാൻ ആത്മഹത്യ ചെയ്തേക്കാം. ഞാൻ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചിട്ടാണ് ആ സമയത്ത് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു വരിയിൽ മാത്രം മെൻഷൻ ചെയ്തിട്ടുള്ള ഈ കഥാപാത്രത്തിൻ്റെ വികാരം നമ്മൾ ത്രൂ ഔട്ട് ക്യാരി ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്തതാണ് കറക്റ്റ് എന്നൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ചെയ്തു നോക്കിയത് എൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്ത് നോക്കുന്നു. അതിന് ഇവർക്ക് എനിക്ക് വാലിഡേഷൻ കിട്ടുന്ന ആരാ? എൻ്റെ ഡയറക്ടർ, എൻ്റെ റൈറ്റർ, ഈ കഥാപാത്രം എഴുതിയ, ഈ കഥാപാത്രത്തിന് രൂപം കൊടുത്ത ഇവർ രണ്ടുപേരാണ്. ഇവരുടെ കണ്ണിൽ അത് ഓക്കെയാണ്, എൻ്റെ പെർഫോമൻസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ആരുടെ വാലിഡേഷനാണ് വേണ്ടത്? ആസ് എൻ ആക്ടർ എനിക്ക് വേണ്ട വാലിഡേഷൻ ഇവർ രണ്ടുപേരാണ് എല്ലാ സിനിമയിലും.